ഹായ്, മിസ് ബയോകെമിസ്ട്രിയുടെ ഇന്നത്തെ ടോപ്പിക്ക് സ്ട്രക്ചർ ഓഫ് ബാക്ടീരിയ. അപ്പോൾ നമുക്ക് എന്താണ് ബാക്ടീരിയൽ സ്ട്രക്ചർ എന്ന് നോക്കാം. ആദ്യം നമുക്ക് എന്താണ് ബാക്ടീരിയ എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ബാക്ടീരിയ എന്ന് പറയുമ്പോൾ ഒരു മൈക്രോ ഓർഗാനിസമാണ്. സിംഗിൾ സെൽഡ് ആയിട്ടുള്ള ഒരു മൈക്രോ ഓർഗാനിസമാണ് ബാക്ടീരിയ. അതായത് യൂണി സെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസമാണ് ബാക്ടീരിയ. അപ്പോൾ ഒറ്റ സെല്ലുള്ള ജീവികളാണെന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇത് ബാക്ടീരിയാസ് എന്ന് പറയുന്നത് പ്രൊക്കാരിയോട്സ് ആണ്. നമ്മുടെ സെൽസിന് രണ്ട് രീതി പറഞ്ഞിട്ടുണ്ട്, ബ്രോക്കാരിയോട്സും യൂക്കാരിയോട്സും. അപ്പോൾ പ്രൊക്കാരിയോട്സിൽ വരുന്ന ആൾക്കാരാണ് ബാക്ടീരിയാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സിംഗിൾ സെൽഡ് ആയിട്ടുള്ള ലിവിങ് ഓർഗാനിസമാണ്. നമുക്ക് മില്യൺസ് ഓഫ് ബാക്ടീരിയാസ് ഉണ്ട്. നമ്മളൊരു സോൾ ഓഫ് ഹാൻഡ് ഫുൾ ഓഫ് സോയിൽ എടുത്താലും എന്ത് തന്നെ എടുത്താൽ നമ്മൾ സറൗണ്ടിങ്സ് നോക്കിയാലും മില്യൺസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബാക്ടീരിയ നമുക്ക് ചുറ്റും ഉണ്ട്. പക്ഷെ അതൊന്നും നമ്മുടെ ബാധിക്കുന്നില്ല. അതൊക്കെ നമ്മുടെ ഡിഫൻസ് മെക്കാനിസം വളരെയധികം അലേർട്ടായിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ മെനി ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ടൈപ്പ് ഓഫ് ബാക്ടീരിയാസ് ഉണ്ട്. നമ്മുടെ ബോഡിക്കുള്ളിലും ബോഡിക്ക് പുറത്തുമായിട്ട് നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ബാക്ടീരിയാസും ഉണ്ട്, വെരി ഹാംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയാസും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സ്ലൈഡിൽ കാണുന്നതാണ് ഒരു ബാക്ടീരിയൽ സെല്ലിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബാക്ടീരിയൽ ഷേപ്സ് എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്. റോഡ് ഷേപ്പ് ഉണ്ട്, കോക്കസ് ഷേപ്പ് ഉണ്ട്, സ്പൈറൽ ഷേപ്പ് ഉണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോമ ഷേപ്പ് ഉണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഷേപ്സ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ കാണിച്ചിരുന്ന ഒരു ബാക്ടീരിയൽ സെല്ലാണ്. അതിൻ്റെ സ്ട്രക്ചേഴ്സ് ഒരു കവറിങ് ക്യാപ്സ്യൂൾ, സെൽ വോൾ, ഹെയർ ലൈക്ക് ഫിംബ്രി, പ്ലാസ്മിഡ് ഉണ്ട്, റൈബോസോം ഉണ്ട്, ന്യൂക്ലിയോയിഡ് ഉണ്ട്, ഫ്ലജെല്ലം ഉണ്ട്, പ്ലാസ്മ മെംബ്രെയിൻ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്ട്രക്ചേഴ്സ് ചേർന്നാണ് ഒരു ബാക്ടീരിയൽ സെൽ എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് എക്സ്റ്റേണലും ഇൻറ്റേർണൽ ആയിട്ടുള്ള സ്ട്രക്ചറിൽ ബാക്ടീരിയയിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഫസ്റ്റ് എക്സ്റ്റേണൽ സ്ട്രക്ചർ ഓഫ് ബാക്ടീരിയ. അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് സെൽ വോളും അതുമായിട്ട് ചേർന്നിട്ടുള്ള സ്ട്രക്ചേഴ്സുമാണ്. സെൽ വോളിന് ഔട്ട്സൈഡായിട്ട് വരുന്ന സ്ട്രക്ചേഴ്സുമാണ്. അപ്പോൾ 4 എണ്ണമാണ് വരുന്നത്. ഫ്ലജെല്ല, ഫിംബ്രി ഓർ പൈലൈ, ക്യാപ്സ്യൂൾ, സെൽ വോൾ. ഇത്രയും ചേർന്നതാണ് ഒരു എക്സ്റ്റേണൽ സ്ട്രക്ചർ ഓഫ് ബാക്ടീരിയ എന്ന് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് ഈ വീഡിയോയിൽ തന്നെ പഠിക്കാം. നെക്സ്റ്റ് അതിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചറിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ഇൻറ്റേർണൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ സെൽ മെംബ്രെയിൻസും അതിൽ വരുന്ന സ്ട്രക്ചേഴ്സുമാണ് സെൽ മെംബ്രെയിനുള്ളിലായിട്ട് വരുന്ന സ്ട്രക്ചേഴ്സും. അതായത് സെൽ മെംബ്രെയിൻ ഉണ്ട്, അതിനുള്ളിൽ സൈറ്റോപ്ലാസം ഉണ്ട്, ബാക്ടീരിയയുടെ ന്യൂക്ലിയസ് ഉണ്ട്. ഈ സൈറ്റോപ്ലാസത്തിൽ തന്നെ റൈബോസോം, മീസോസോം, ഇൻക്ലൂഷൻ ബോഡീസ് പോലെയുള്ള വേറെ കുറച്ച് സ്ട്രക്ചേഴ്സും സൈറ്റോപ്ലാസത്തിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇൻറ്റേർണൽ സ്ട്രക്ചറിൽ വരുന്ന പാർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നമുക്ക് ഫസ്റ്റ് എന്താണ് ഫ്ലജെല്ല എന്ന് നോക്കാം. എക്സ്റ്റേണൽ പോർഷനിൽ വരുന്ന ഔട്ട്സൈഡായിട്ട് വരുന്ന പ്രൊട്രൂഷൻസിലൊന്നാണ് ഫ്ലജെല്ല. സിംഗുലർ ഫോമാണ് ബ്രാക്കറ്റിൽ കൊടുക്കുന്ന ഫ്ലജെല്ലം എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലജെല്ല എന്ന് പറയുന്നത് ലോങ് ഹെയർ ലൈക്ക് ഫിലമെൻറ്റസ് പോർഷനെയാണ് നമ്മൾ ഫ്ലജെല്ല എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ലെങ്തും ഡയമീറ്ററും ഞാൻ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. 4 to 5 mu m ആൻഡ് 0.01 to 0.3 mu ഡയമീറ്റർ. ഫ്ലജെല്ലയ്ക്ക് 3 പാർട്സ് ആണ് വരുന്നത്. ഒരു ഫിലമെൻ്റൽ പോർഷൻ, ഹൂക്ക് പോർഷൻ, ബേസൽ ബോഡി. അപ്പോൾ ഫിലമെൻ്റൽ പോർഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഹെയർ എന്ന ഒരു സ്ട്രക്ചർ ആലോചിച്ചാൽ അതിൽ ത്രെഡ് ലൈക്ക് പോർഷൻ സെല്ലിൻ്റെ ഔട്ട്സൈഡോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഭാഗത്തെയാണ് നമ്മൾ ഫിലമെൻ്റ് എന്ന് പറയുന്നത്. അത് മെയ്ഡ് ചെയ്തിട്ടുള്ളത് ഫ്ലജെല്ലിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ കൊണ്ടാണ്. ഫിലമെൻറ്റ് പോർഷൻ മെയ്ഡ് ചെയ്തിട്ടുള്ളത് ഫ്ലജെല്ലിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ കൊണ്ടാണ്. ഇനി ഹൂക്ക് എന്ന് പറയുമ്പോൾ കർവ്ഡ് ആയിട്ടുള്ള ഒരു ഷോർട്ട് സ്ട്രക്ചറാണ് ഹൂക്ക് എന്ന് പറയുന്നത്. ഈ ഫിലമെൻറ്റസ് പോർഷനെയും ബേസൽ ബോഡീനും ജോയിൻ ചെയ്യുന്നത് ഈ ഹൂക്ക് എന്ന പോർഷനാണ്. നെക്സ്റ്റ് ബേസൽ ബോഡി എന്ന് പറയുമ്പോൾ നമ്മൾ സെൽ വോളിലും പ്ലാസ്മ മെംബ്രെയിനിലോട്ട് എംബഡ് ചെയ്തിട്ടുള്ള സെറ്റ് ഓഫ് റിങ്സ് ആണ് ബേസൽ ബോഡി എന്ന് പറയുന്ന പോർഷൻ. ഇനി എന്താണ് ഫ്ലജെല്ലയുടെ ഫങ്ഷൻസ് എന്ന് നോക്കാം. ഈ ഫ്ലജെല്ല സെല്ലിൻ്റെ പുറത്തോട്ട് നിൽക്കുന്നതാണ് ഹെയർ ലൈക്ക് പോർഷൻ. അപ്പോൾ മോട്ടിലിറ്റിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബാക്ടീരിയയുടെ മൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്ന പോർഷനാണ് ഫ്ലജെല്ല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കീമോടാക്സിസിനെ സഹായിക്കുന്നു. അതുപോലെ ബാക്ടീരിയൽ പാത്തോജെനിസിറ്റിയും സർവൈവലിനും ഹെൽപ്പ് ചെയ്യുന്നത് ഫ്ലജെല്ലയാണ്. പാത്തോജെനിസിറ്റി എന്ന് പറയുമ്പോൾ ഒരു ബാക്ടീരിയ എഫക്റ്റ് ചെയ്യുന്ന ഒരു എഫക്റ്റിനെയാണ് പറയുന്നത്. പിന്നെ അതിൻ്റെ സർവൈവൽ റേറ്റ് ഒക്കെ ഈ ഒരു ഫ്ലജെല്ലയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നെക്സ്റ്റ് എക്സ്റ്റേണൽ പാർട്ടാണ് ഫിംബ്രിയെ അല്ലെങ്കിൽ പൈലെ എന്ന് പറയുന്നത്. ഫിംബ്രി എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്ലജെല്ല നല്ല ലോങ് ഹെയർ ലൈക്ക് പോർഷൻ ആയിരുന്നു. ഫിംബ്രി എന്ന് പറയുമ്പോൾ ഷോർട്ടായിട്ടുള്ളൊരു ഹോളോ നോൺ ഹെലിക്കൽ ആയിട്ടുള്ളൊരു സെയിം മോഡൽ പോലത്തെ സ്ട്രക്ചർ വരുന്നത് തന്നെയാണ് ഫിംബ്രി. പക്ഷേ ഷോർട്ടായിരിക്കും, ഹോളോ ആയിരിക്കും. ഇത് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയാസിലാണ് ഇത് കൂടുതലും കാണപ്പെടുന്നത്.
അപ്പോൾ നമ്മൾ ഗ്രാം നെഗറ്റീവ് ഗ്രാം ബാക്ടീരിയ പോസിറ്റീവ് ബാക്ടീരിയാസിനെ കുറിച്ച് വേറൊരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിലാണ് ഫിംബ്രി എന്ന പോർഷൻ വരുന്നത്. ഇത് കമ്പോസ് ചെയ്തിട്ടുള്ളത് പൈലിൻ എന്ന് പറയുന്ന പ്രോട്ടീൻസ് കൊണ്ടിട്ടാണ് ഈ ഫിംബ്രി മെയ്ഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നോൺ ഹെലിക്കലി അറേഞ്ച് ചെയ്തിട്ടാണ് ഈ പൈലിൻ പ്രോട്ടീൻസ് വെച്ചിട്ടുള്ളത്. പിന്നെ സെക്സ് പൈല എന്ന് പറഞ്ഞിട്ടൊരു പോർഷൻ ഉണ്ട്. സെക്സ് പൈല എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ കൈൻഡ് ഓഫ് പൈലയാണ് സെക്സ് പൈല. ഇത് നമ്മൾ ബാക്ടീരിയൽ കോൺജുഗേഷന് ടേക്ക് പാർട്ട് ചെയ്യുന്നത് സെക്സ് പൈലയാണ്. അപ്പോൾ നമ്മൾ ഈ ബാക്ടീരിയാസിൻ്റെ DNA RNA അതായത് ജനറ്റിക് ഇൻഫർമേഷൻ്റെ ട്രാൻസ്ഫറിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ മെത്തേഡ്സ് ഉണ്ട്. കോൺജുഗേഷൻ, ട്രാൻസ്ഡക്ഷൻ, അങ്ങനെ എന്ന് പറഞ്ഞ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതിലൊന്നാണ് ബാക്ടീരിയൽ കോൺജുഗേഷൻ. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് സെക്സ് പൈല എന്ന് പറയുന്ന സ്പെഷ്യൽ കൈൻഡ് ഓഫ് പൈല. പിന്നെ ഇത് യൂഷ്വലി ഉള്ള പൈലേക്കാൾ കുറച്ച് ലാർജർ പൈല ആണ് ഈ സെക്സ് പൈല എന്ന് പറയുന്നത്. അതിൻ്റെ ലെങ്ത് കൊടുത്തിട്ടുണ്ട്. 2 ക്ലാസിഫിക്കേഷൻ്റെ എഫ് പൈല, ഐ പൈല. ഈ എഫ് എന്ന് പറയുമ്പോൾ ഫെർട്ടിലിറ്റി ഫാക്ടറൊക്കെയാണ്. അതിൻ്റെ നമുക്ക് വേറൊരു ക്ലാസ്സിൽ പറയാം. ഇനി ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഹോസ്റ്റ് സെല്ലിൻ്റെ അഡ്ഹെയർ ചെയ്യാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ സെക്സ് പൈലയുടെ കാര്യം ബാക്ടീരിയൽ കോൺജുഗേഷൻ്റെ ഒരു എയ്ഡ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ക്യാപ്സ്യൂൾ. ക്യാപ്സ്യൂൾ നമ്മൾ പേര് കേൾക്കുന്ന പോലെ തന്നെ ഒരു കവറിങ് ആണ്. ഔട്ടർ മോസ്റ്റ് വിസ്കസ് ലെയർ ആണ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. സെൽ വാളിനെ സറൗണ്ട് ചെയ്ത് വെക്കുന്നത് ഈ ക്യാപ്സ്യൂളാണ്. ഇത് മെയ്ഡ് ചെയ്തിട്ടുള്ളത് പോളിസാക്രൈഡ്സ് അല്ലെങ്കിൽ പോളിപെപ്റ്റൈഡ്സ് കൊണ്ടാണ് ഈ ക്യാപ്സ്യൂൾ ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചില സ്പീഷീസ് ഓഫ് ബാക്ടീരിയാസിൽ മാത്രമേ ഈ ക്യാപ്സ്യൂൾ പ്രസൻറ്റ് ആവുന്നുള്ളൂ. 2 ടൈപ്പ് ഓഫ് ക്യാപ്സ്യൂളുണ്ട്. മാക്രോ ക്യാപ്സ്യൂളുണ്ട്, മൈക്രോ ക്യാപ്സ്യൂളുണ്ട്. തിക്നെസ് വെച്ചിട്ടാണ് നമ്മൾ മാക്രോ മൈക്രോ പറഞ്ഞിട്ടുള്ളത്. 0.2 μm അതിൽ കൂടുതൽ വന്ന മാക്രോയും അതിൽ കുറവ് വന്ന മൈക്രോ ക്യാപ്സ്യൂൾ എന്നും പറയും. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അഡ്ഹറൻസ് ഉണ്ട്, പ്രിവെൻസ് ഫ്രം ഡെസിക്കേഷൻ ഉണ്ട്, ഫാഗോസൈറ്റോസിസിന് എഗെയിൻസ്റ്റ് ആയിട്ട് റെസിസ്റ്റ് ചെയ്യുന്നത് ക്യാപ്സ്യൂളാണ്. അതുപോലെ സ്ലൈം ലെയർ പ്രൊട്ടക്ട് ഫ്രം പ്രോട്ടിയോളിറ്റിക് എൻസൈം, പ്രോട്ടീൻ ക്ലീവ് ചെയ്യുന്ന എൻസൈമിൽ ഹെൽപ്പ് ചെയ്യാനൊക്കെ അതിൽ നിന്നൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു ഈ ക്യാപ്സ്യൂൾ ബാക്ടീരിയ. നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് സെൽ വോളാണ്. അപ്പോൾ സെൽ വോൾ എന്ന് പറയുമ്പോൾ ഒരു കവറിങ് ആണല്ലേ സെൽ വോൾ എന്ന് പറയുമ്പോൾ. അപ്പോൾ റിജിഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് സെൽ വോൾ എന്ന് പറയുന്നത്. പെപ്റ്റിഡോഗ്ലൈക്കൻ വെച്ചിട്ടാണ് സെൽ വോൾ മെയ്ഡ് ചെയ്തിട്ടുള്ളത്. ഒരു പ്ലാസ്മ മെംബ്രെയിനെ ഒരു എക്സ്റ്റേണൽ കോട്ട് പോലെ കവർ ചെയ്ത് സറൗണ്ട് ചെയ്ത് നിർത്തുന്നത് ഈ സെൽ വോളാണ്. അപ്പോൾ അതിൻ്റെ തിക്നെസ് 10 to 25 μm തിക്നെസ്സാണ് വരുന്നത്. ഈ പെപ്റ്റിഡോഗ്ലൈക്കൻ എന്ന് പറയുന്നത് ഒരു പോളിമറാണ്. പോളിമർ എന്ന് പറയുമ്പോൾ കുറേ ക്രോസ് ലിങ്ക്ഡ് പോളിമറാണ്. ഓൾട്ടർനേറ്റീവ് ആയിട്ട് നാഗ് എന്ന് പറയുന്ന പോളിസാക്രൈഡ് സബ് യൂണിറ്റ്സ് അറേഞ്ച് ചെയ്തിട്ടാണ് പെപ്റ്റിഡോഗ്ലൈക്കൻ ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നാഗ് എന്ന് പറയുന്ന 2 പോളിസാക്രൈഡ് സബ് യൂണിറ്റ്സ് ഓൾട്ടർനേറ്റീവായിട്ട് റിപ്പീറ്റിംഗ് ആയിട്ട് ക്രോസ് ലിങ്ക് ചെയ്ത് വരുന്ന ഒരു പോളിമറാണ് പെപ്റ്റിഡോഗ്ലൈക്കൻ. അപ്പോൾ നാം എന്ന് പറയുമ്പോൾ N അസറ്റൈൽ മ്യൂറാമിക് ആസിഡും നാഗ് എന്ന് പറയുമ്പോൾ N അസറ്റൈൽ ഗ്ലൂക്കോസമീനുമാണ്. N അസറ്റൈൽ മ്യൂറാമിക് ആസിഡ് ആൻഡ് N അസറ്റൈൽ ഗ്ലൂക്കോസമീൻ. അപ്പോൾ ഇത് ചേർന്ന് വരുന്ന ഒരു പോളിമറാണ് പെപ്റ്റിഡോഗ്ലൈക്കൻ. ഇതിൻ്റെ കോമ്പോസിഷൻ്റെ ബേസിസിൽ ബാക്ടീരിയൽ സെൽ വോളിനെ നമുക്ക് 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഞാൻ ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു ഗ്രാം പോസിറ്റീവ് സെൽ വോൾ, ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ എന്ന് പറഞ്ഞില്ല. അപ്പോൾ അത് തന്നെയാണ് ഗ്രാം പോസിറ്റീവ് സെൽ വോൾ ആൻഡ് ഗ്രാം നെഗറ്റീവ് സെൽ വോൾ. അങ്ങനെ 2 ടൈപ്പിൽ നമുക്കിതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഇന്നർ പോർഷനിൽ വരുന്ന പാർട്സ് ആണ്. ഫസ്റ്റ് സെൽ മെംബ്രെയിൻ ഓർ പ്ലാസ്മ മെംബ്രെയിൻ. അപ്പോൾ ഇന്നർ മോസ്റ്റ് ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ ആണ് സെൽ മെംബ്രെയിൻ. അത് ഡബിൾ ലെയർ ആണ് സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. സെൽ വോളിന് ജസ്റ്റ് ബിനീത്തായിട്ട് വരുന്ന പോർഷനാണ് സൈറ്റോപ്ലാസത്തിന് എൻക്ലോസ് ചെയ്ത് വെക്കുന്ന ഭാഗമാണ് സെൽ മെംബ്രെയിൻ. അപ്പോൾ അത് നല്ല തിന്നായിട്ടുള്ള ഒരു സെമി പെർമിബിൾ ലെയറാണ്. ഈ പ്ലാസ്മ മെംബ്രെയിൻ കുറച്ച് പോറിൻ പ്രോട്ടീൻസ് ഉണ്ട്. പോറിൻ പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ ചെറിയ പോറിൻസ് ആണ്, ഹോൾസ് പോലെയുള്ള പോർഷനാണ്. ഈ ന്യൂട്രിയൻസ് അയോൺസ് ഒക്കെ പാസീവായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ പോറിൻ പ്രോട്ടീൻസ്. പിന്നെ ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പെർമിബിലിറ്റി ആണെന്ന് തോന്നുന്നു, സെമി പെർമിയബിൾ. ഇപ്പോൾ സെലക്റ്റീവ്ലി പെർമിയബിൾ ആണ് ഈ സെൽ മെംബ്രെയിൻ. ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് ന്യൂട്രിയൻസ് അയോൺസ് ആൻഡ് മെറ്റബോളൈറ്റ്സ് അതിൻ്റെ ഫ്ലോയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട്, ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷനൊക്കെ ഇതിന് റോളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെക്കൻഡ് പോർഷൻ സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസം നമുക്ക് എല്ലാവർക്കും അറിയാം സെൽ വാളിനുള്ളിൽ വരുന്ന ഒരു ഫ്ലൂയിഡ് ആയിട്ടുള്ള വിസ്കസ് ഫ്ലൂയിഡ് കളർലെസ് കൊളോയിഡൽ ആയിട്ടുള്ള ഒരു ഭാഗമാണ് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. ഇതിനകത്ത് സസ്പെൻഡഡ് ഓർഗാനിക് ഇനോർഗാനിക് ആയിട്ടുള്ള സൊല്യൂട്ട്സ് ഉണ്ട്. പ്ലാസ്മ മെംബ്രെയിൻ വെച്ച് എൻക്ലോസ് ചെയ്തിട്ടുള്ള പോർഷനാണെന്ന് പറഞ്ഞു നമ്മൾ. യൂക്കാരിയോട്ടിക് സൈറ്റോപ്ലാസം പോലെയല്ല, ഇവർക്ക് മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഓർഗനൽസ് ഒന്നും തന്നെ ഇല്ല.
പിന്നെ ഇതിനകത്ത് വരുന്നത് റൈബോസോം, മീസോസോം, ഇൻക്ലൂഷൻ ബോഡീസ്, ന്യൂക്ലിക് ആസിഡ് ഇതൊക്കെ ഫ്ലോട്ട് ചെയ്ത് അതിനകത്ത് കാണാറാണ് പതിവ്. അപ്പോൾ മെമ്പറൈൻ ബൗണ്ട് ഓർഗനൽസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ യുക്കാരിയോട്ടിക് സെല്ലിനകത്ത് വരുന്ന മൈറ്റോകോൺട്രിയ, ഗോൾഗി കോംപ്ലക്സ് അങ്ങനെയുള്ള കുറച്ച് ഓർഗനൽസ് ആണ് മെമ്പറൈൻ ബൗണ്ട് ഓർഗനൽസ്. അപ്പോൾ അതൊന്നും തന്നെ പ്രോകാരിയോട്ടിക് സൈറ്റോപ്ലാസത്തിൽ ഇല്ല. പിന്നെ സൈറ്റോപ്ലാസത്തിൽ വരുന്ന ഒരു പോർഷനാണ് റൈബോസോംസ് ബാക്ടീരിയയിൽ കാണുന്നത് 70S ടൈപ്പാണ്. ഇത് നമ്മുടെ 80S ടൈപ്പിനേക്കാൾ, അത് യൂക്കാരിയോട്സിലുള്ള 80Sനേക്കാളും സ്മോളറാണ് 70S. ഈ 70Sന് 2 സബ് യൂണിറ്റ്സ് ഉണ്ട്, 50S ആൻഡ് 30S. ഇതിൻ്റെ മെയിൻ റോൾ എന്ന് പറയുന്നത് ബാക്ടീരിയൽ പ്രോട്ടീൻ ആൻഡ് എൻസൈംസിൻ്റെ സിന്തസിസ് ആണ്. അടുത്ത് വരുന്നത് മീസോസോംസ്. ഇത് വെസിക്കുലാർ ആയിട്ടുള്ള കുറച്ച് സ്ട്രക്ചേഴ്സാണ്, ഇൻവാജിനേറ്റ് ഓഫ് ദ പ്ലാസ്മ മെംബ്രെയിൻ അതിൽ നിന്ന് ഫോം ചെയ്തിട്ടുള്ളതാണ് ഈ മീസോസോംസ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ യൂക്കാരിയോട്ടിക് മൈറ്റോകോൺട്രിയയുടെ ഫംഗ്ഷനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു സിമിലർ ഫംഗ്ഷൻ വരുന്നതാണ് മീസോസോം എന്ന് പറയുന്നത്. സൈറ്റ് ഓഫ് ആക്ഷൻ ഓഫ് ബാക്ടീരിയൽ റെസ്പിറേഷൻ എൻസൈംസ്. നെക്സ്റ്റ് ഇൻക്ലൂഷൻ ബോഡീസ്. ഇതും സൈറ്റോപ്ലാസത്തിലുള്ളതാണ്. ഒരു സ്റ്റോറേജ് ഫുഡ് എന്നൊരു രീതിയിലാണ് ഇതിനെ കാണുന്നത്. 2 ടൈപ്പ് ഉണ്ട്. ഓർഗാനിക് ഇൻക്ലൂഷൻ ബോഡീസും ഉണ്ട്, ഇനോർഗാനിക് ഇൻക്ലൂഷൻ ബോഡീസും ഉണ്ട്. ഓർഗാനിക് എന്ന് പറയുമ്പോൾ ഗ്ലൈക്കോജൻ ഒക്കെ ഉള്ളതാണ്. ഇനോർഗാനിക് എന്ന് പറയുമ്പോൾ പോളിഫോസ്ഫേറ്റ്, സൾഫർ ഗ്രാന്യൂൾസ് ഒക്കെ ഉള്ളതാണ് ഇനോർഗാനിക് ഇൻക്ലൂഷൻ ബോഡീസ് എന്ന് പറയുന്നത്. ലാസ്റ്റ് സെൻറ്റർ ഓഫ് ദ പോർഷൻ ബാക്ടീരിയൽ ന്യൂക്ലിയസ് ആണ് പറയാൻ പോകുന്നത്. ഇതിന് നമ്മൾ ന്യൂക്ലിയോയിഡ്സ് എന്നാണ് വിളിക്കുന്നത്, ബാക്ടീരിയൽ ന്യൂക്ലിയസിനെ. അപ്പോൾ ഈ യൂക്കാരിയോട്ട് ന്യൂക്ലിയസിനെ പോലെയല്ല, ഇവർക്ക് എൻക്ലോസ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയർ മെംബ്രെയിൻ ഒന്നുമില്ല, ന്യൂക്ലിയോലെസ് ഇല്ല, ന്യൂക്ലിയോപ്ലാസം ഇല്ല. അപ്പോൾ ഇതൊക്കെ യൂക്കാരിയോട്സിലുള്ളതാണ്. ഇതൊന്നും പ്രോകാരിയോട്ടിക് ബാക്ടീരിയൽ ന്യൂക്ലിയസിന് ഇല്ല. പിന്നെ അതുകൊണ്ട് തന്നെ ഇങ്ങനെ മെംബ്രെയിൻസ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഡബിൾ സ്ട്രാൻഡ് DNA മോളിക്യൂളായിട്ടായിരിക്കും കാണുന്നത്. ഇത് അതാണ് ഡബിൾ സ്ട്രാൻഡ് DNA. അപ്പോൾ ഒന്നുകിൽ അത് ക്ലോസ്ഡ് സർക്കുലർ ഫോമിൽ അല്ലെങ്കിൽ കോയിൽഡ് ഫോമിലായിരിക്കും കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ബാക്ടീരിയയുടെ DNA ഒന്നുകിൽ അത് ന്യൂക്ലിയോയിഡ്, അതായത് ക്രോമോസോമൽ DNA പോലെ ന്യൂക്ലിയോയിഡ് ആയിട്ടോ അല്ലെങ്കിൽ പ്ലാസ്മിഡ് ആയിട്ട്, ഔട്ട്സൈഡ് ദ ന്യൂക്ലിയോയിഡ് പ്ലാസ്മിഡ് ആയിട്ടോ ആയിരിക്കും കാണപ്പെടുന്നത്. അപ്പോൾ എന്താണ് ബാക്ടീരിയ, എന്താണ് അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബാക്കി ഇതിൻ്റെ ബാക്ടീരിയയുടെ ക്ലാസിഫിക്കേഷൻ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അത് നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.